നമസ്തേ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പുതിയ വിഷയം നിങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ഥല സംബന്ധമായ ഉപദ്രവങ്ങൾ, ബാധാദോഷങ്ങളോ മറ്റുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഒരു ശാശ്വതമായൊരു പരിഹാരമാണ്. ഭൂമി സംബന്ധമായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം, അത് എത്ര സെൻറ്റ് സ്ഥലമാണോ അത്രയും സെൻറ്റ് സ്ഥലത്തിലെ ദോഷങ്ങൾ മാറാൻ വേണ്ടി വീടിൻ്റെ ദർശനം എങ്ങോട്ടും ആയിക്കോട്ടെ, കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഏത് ഭാഗത്തേക്കും ആയിക്കോട്ടെ, ആ ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു ദോഷങ്ങളും ആ ഭൂമി താമസിക്കുന്ന ആരെയും ഒരു രീതിയിലും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു തരാം, ഒരു വഴിപാട്. അത് നിങ്ങൾ കൃത്യമായിട്ട് അത് ചെയ്യുവാണെങ്കിൽ, അത് പറ്റുന്നെങ്കിൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ച ദിവസമോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയമാണ്. സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വിളക്ക് തെളിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കർമ്മമാണത്. അത് ചൊവ്വാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കുക. എന്നിട്ട് വൈകുന്നേരം നിങ്ങളൊരു അതായത് തലേ ദിവസം തൊട്ട് പിറ്റേ ദിവസം ഈ കർമ്മം ചെയ്യുന്ന സമയം വരെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഇരിക്കുക. ആരാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ആ വ്യക്തി തലേ ദിവസം മുതൽ വ്രതമെടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവരെ ആ വ്രതാനുഷ്ഠാനങ്ങളോടെ നിന്നുകൊണ്ട് ഇവർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ട് വശത്തുനിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ റൈറ്റ് സൈഡ്, വലത്തെ സൈഡിൽ നിന്ന്, വീടിൻ്റെ വലത്തെ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സെൻറ്റാണോ സ്ഥലമുള്ളത്, അല്ലെങ്കിൽ ആ വീട് നിൽക്കുന്ന സ്ഥലം എത്രയാണോ ആ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ വലത്തെ സൈഡിൽ നിന്ന് സ്ഥലത്തിൻ്റെ വലത്തെ മൂലയ്ക്ക്, ആ സ്ഥലത്തിൻ്റെ കോർണറിൽ മൂലയ്ക്കായിട്ട് ഒരു പിടി മണ്ണ് എടുത്തിട്ട് ഒരു പേപ്പറിൽ എടുക്കുക. ഒരു പിടി മണ്ണെടുത്ത് അവിടെ പേപ്പറിലിടുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, ഈശ്വര, സർവേശ്വര, എൻ്റെ ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളോ ബാധാദോഷങ്ങളോ മറ്റുള്ള ദോഷങ്ങളോ വിചാരദോഷങ്ങളോ എന്ത് ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്ത് ദോഷങ്ങളായിരുന്നാലും ഈ ഭൂമി സംബന്ധമായിട്ട് എനിക്കൊരു ദോഷങ്ങളും എനിക്കോ എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ ആർക്കും ഞങ്ങളോട് ജീവിക്കുന്ന കാലത്തോളം ഒരു ദോഷങ്ങളും ഉണ്ടാകാതിരിക്കാൻ ആ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നാഗദൈവങ്ങളോടും കൂടെ നാഗരാജാവിനോടും പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് ആ ഒരു പിടി മണ്ണ് പേപ്പറിലേക്ക് എടുത്തിടുക. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സർവ്വദോഷങ്ങളും ഭൂമിയിൽ നിന്ന് മാറിപ്പോണം, ഈ ഭൂമിയിൽ നിന്ന്, ഞങ്ങൾ പാർക്കുന്ന ഭൂമിയിൽ നിന്ന് മാറ്റിത്തരണം, മാറിപ്പോണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു പിടി മണ്ണ് വീടിൻ്റെ വീടിൻ്റെ പ്രധാന വാതിലിൽ നിൽക്കുമ്പോൾ വലത്തെ സൈഡിലത്തെ മൂലയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് അത് പേപ്പറിലാക്കി നേരെ പുറകോട്ട് പോകണം. നേരെ പുറകിൽ പോയിട്ട് നിങ്ങൾ ആ സൈഡ് വഴി തന്നെ പോയി പുറകിലത്തെ സ്ഥലത്തിൻ്റെ മൂലയിൽ പോയി അവിടുന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് അതും ഈ പേപ്പറിലേക്ക് വെച്ച് അവിടുന്ന് നേരെ വലത്തോട്ട് തന്നെ തിരിഞ്ഞ് വലത്തെ സൈഡിൽ ആ മൂലയ്ക്കും പോയി അവിടുന്ന് ഒരു പിടി മണ്ണെടുത്ത് പിന്നെയും വലത്തോട്ട് തന്നെ സഞ്ചരിച്ച് നേരെ ഫ്രണ്ടിൽ തന്നെ ആ എടുത്തതിന് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്ത് വരും. അവിടുന്ന് ഒരു പിടി മണ്ണെടുത്ത് ഈ പേപ്പറിലായിക്കൊണ്ട് നേരെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്നും ഒരു പിടി മണ്ണെടുത്ത് പുറകോട്ട് നോക്കാതെ അത് പൊതിഞ്ഞെടുത്ത് നേരെ അടുത്ത ഭദ്രകാളിയമ്മയുടെ ക്ഷേത്രത്തിലേക്ക് പോവുക. ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക്, അമ്മയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിഞ്ഞു നോക്കരുത്. ഒരു കാരണവശാലും മണ്ണെടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കരുത്. എന്നിട്ട് ആ മണ്ണുമായിട്ട് ഇത് പൊതിഞ്ഞ് നേരെ ഭദ്രകാളി ക്ഷേത്രത്തിൽ എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് അവിടെ സന്ധ്യാസമയം, അവിടെ അത്താഴപൂജയ്ക്ക് മുമ്പേ അവിടെ കൊണ്ടുവന്ന് ഈ കടലാസ് പൊതി തുറന്ന് അമ്മയുടെ നേരെ നിന്ന് പ്രാർത്ഥിച്ച് അമ്മയോട് പറയണം, അമ്മേ ദേവി, ഈ ഞങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തെ ഭൂമി സംബന്ധമായിട്ട് എന്ത് ഉപദ്രവങ്ങളോ ദോഷങ്ങളോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കണം, ആ ദോഷങ്ങളെല്ലാം അമ്മ മാറ്റിത്തരണം, അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാകണം എന്നും പറഞ്ഞ് അമ്മയുടെ നേരെ മുമ്പിൽ മണ്ണുള്ള ഭാഗത്തേക്ക് തന്നെ ആ മണ്ണ് സമർപ്പിക്കണം. അമ്മയ്ക്ക് നോട്ടം കിട്ടുന്ന സ്ഥലത്ത്, മണ്ണുള്ള സ്ഥലത്തേക്ക് ആ മണ്ണങ്ങ് ഇട്ട് സമർപ്പിച്ചേക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ മണ്ണിട്ട് കഴിഞ്ഞ ശേഷം ആ പേപ്പർ ചുരുട്ടി കളഞ്ഞിട്ട് നേരെ ഫ്രണ്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോവുക. നേരെ പോയി ചുറ്റിനും ആദ്യം തൊഴേണ്ടത് ചുറ്റിലും ഉപദേവതമാരെ കണ്ടു തൊഴുത് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് നേരെ വന്ന് ശ്രീകോവിലിനകത്ത് കയറി അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന വഴിപാട് എന്ന് പറയുന്ന സംഗതി ഒന്നെങ്കിൽ ഒരു കുങ്കുമാർച്ചന, വലിയ പൈസ മുടക്കൊന്നുമില്ലല്ലോ, ഒരു കുങ്കുമാർച്ചന ചെയ്യുക, അല്ലെങ്കിൽ ഒരു രക്തപുഷ്പാഞ്ജലി കഴിക്കുക. ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ അത് ഏറ്റവും കൂടുതൽ അമ്മയുമായിട്ട് ശരിക്കും അമ്മയോട് ഹൃദയം തുറന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഒരു 3 വെള്ളിയാഴ്ച അമ്മയെ സ്ഥിരമായി പോയി കാണുക. ദോഷങ്ങൾ മാറും. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ.
ഓക്കെ, എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ വണ്ണം നിങ്ങൾ സഹകരിക്കണം. സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.